എല്ലാ ഷാലോം ടി വി പ്രേക്ഷകർക്കും യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ സ്നേഹവന്ദനം. ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം മഹത്വപ്പെടട്ടെ. സ്നേഹമുള്ളവരെ, നമ്മൾ കഴിഞ്ഞ 2 ദിവസങ്ങളായി കാണുന്നത് ഉള്ളിലെ ക്രിസ്തുവിനെ കുറിച്ചാണ്. ദൈവരാജ്യം നമ്മുടെ ഉള്ളിലാണ്. ഇറ്റ്സ് ആൻ ഇൻവേർഡ് റിയാലിറ്റി. പഴയ നിയമം എന്ന് പറയുന്നത് പുറമെയുള്ള ഒരു യാഥാർത്ഥ്യമാണ്. പഴയ നിയമത്തിൻ്റെ ശൈലികൾ അനുഷ്ഠാനങ്ങളുടെയും ആചാരങ്ങളുടെയും ശൈലികളാണ്. എന്നാൽ നമ്മുടെ മനസ്സാക്ഷിയുമായി ബന്ധപ്പെട്ട, മനസ്സുമായി ബന്ധപ്പെട്ട വിഷയമാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ സ്വർഗരാജ്യം. അതുകൊണ്ട് തന്നെ ഉള്ളിൻ്റെ ഈ കരുത്ത് ആർജിച്ചെടുക്കുന്നതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ബലം. പഴയ നിയമത്തിൽ നമുക്കറിയാം, കൊലപാതകം എന്ന് പറയുന്നത് ഒരാളെ കഠാര എടുത്ത് കുത്തുക എന്നുള്ളതാണ്. അങ്ങനെയാണ് ഒരു വ്യക്തി കൊലപാതകം ചെയ്യുക. എന്നാൽ ഈശോ പറഞ്ഞു, നോ, കൊലപാതകം എന്ന് പറയുന്നത് ഒരുവന് മറ്റൊരുവനോട് തോന്നുന്ന ദേഷ്യത്തിൻ്റെ, നീരസത്തിൻ്റെ വിഷയമാണ്. നിൻ്റെ സഹോദരനോട് കോപിച്ചാൽ നീ കൊലപാതകയായി. ഇറ്റ്സ് ആൻ ഇൻവേർഡ് റിയാലിറ്റി. വ്യഭിചാരമെന്ന് പറയുന്നത് പണ്ട് ഒരാളുമായി കിടക്ക പങ്കിടുന്നതാണ്. പഴയ നിയമത്തിൽ അങ്ങനെയായിരുന്നു. പക്ഷേ പുതിയ നിയമത്തിൽ ഈശോ പറഞ്ഞു, നോ, ആസക്തിയോടെ നീ ഒരാളെ നോക്കിയാൽ മതി. ഇറ്റ്സ് ആൻ ഇൻവേർഡ് റിയാലിറ്റി. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, ഈ സ്വർഗരാജ്യം, ദൈവത്തിൻ്റെ രാജ്യം, ദൈവത്തിൻ്റെ സാന്നിധ്യം ഉള്ളിൽ കൊണ്ടു നടന്നെങ്കിൽ മാത്രമേ നമുക്ക് ജീവിതം വിജയിപ്പിക്കാനാകുള്ളൂ. നമ്മുടെ ജീവിതം അർത്ഥപൂർണമാകാൻ, ജീവിതത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് തിരിച്ചറിയാൻ നമ്മൾ ആ വചനങ്ങളിലൂടെ ഒന്നുകൂടെ സഞ്ചരിക്കണം. കൊളോസ്യർ 1:26-27 വചനങ്ങൾ. യുഗങ്ങളുടെയും തലമുറകളുടെയും ആരംഭം മുതൽ മറച്ചു വയ്ക്കപ്പെട്ടിരുന്ന രഹസ്യം ഇപ്പോൾ അവിടുന്ന് തൻ്റെ വിശുദ്ധർക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു. ഈ രഹസ്യമാകട്ടെ മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളുടെ ഉള്ളിൽ ഉണ്ട് എന്നത് തന്നെ. യേശു ക്രിസ്തു നിങ്ങളുടെ ഉള്ളിലുണ്ട് എന്ന് നിങ്ങൾക്കിനിയും ബോധ്യമായിട്ടില്ലേ? ഇല്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായും പരീക്ഷയിൽ പരാജയപ്പെട്ടിരിക്കുന്നു. 1 യോഹന്നാൻ 4:4, നിങ്ങളുടെ ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ്. ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ്. പ്രിയപ്പെട്ടവരെ, ഈശോ അതുകൊണ്ടാണ് കൂടെ പൗലോസ് സ്ലീഹായിലൂടെയും യോഹന്നാൻ സ്ലീഹായിലൂടെയും സ്ലീഹന്മാരിലൂടെയും നമ്മെ കൂടെ പഠിപ്പിക്കുന്നത്, മക്കളെ, ദൈവരാജ്യം നിങ്ങളിൽ തന്നെയാണ്, നിങ്ങളുടെ ഉള്ളിലാണ്. ദൈവരാജ്യം തെരഞ്ഞ്, സന്തോഷം തെരഞ്ഞ്, ആനന്ദങ്ങൾ തെരഞ്ഞ് നമ്മൾ പുറമേ നടക്കരുത്. ഉള്ളിലേക്ക് തിരിയാനും ഉള്ളിനെ ക്രമപ്പെടുത്തുവാനും നമുക്ക് കരുത്തുണ്ടാകണം, ശ്രദ്ധയുണ്ടാകണം. ദൈവരാജ്യം നമ്മുടെ ഉള്ളിലാണ്. പൗലോസ് ശ്ലീഹ പറഞ്ഞു, ഞാനല്ല ഇനി ജീവിക്കുന്നത്, ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത്. അവൻ എന്നിൽ ഉണർത്തുന്ന ശക്തി കൊണ്ട് ഞാൻ കഠിനമായി അധ്വാനിക്കുന്നു. ഇങ്ങനെയൊക്കെ പൗലോസ് ശ്ലീഹ പറയുമ്പോൾ ഇതൊരു ഇൻവേർഡ് റിയാലിറ്റിയാണ്. എൻ്റെ ഉള്ളിൽ ഉണർത്തുന്ന ശക്തിയാണ് എൻ്റെ ആത്മീയ ജീവിതത്തിൻ്റെ അടിത്തറ. ഉള്ളിലെ ശക്തിയാണ്. എന്താണ് ഈ ദൈവരാജ്യമെന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തു. പൗലോസ് ശ്ലീഹ വ്യക്തമാക്കി, ദൈവരാജ്യമെന്നാൽ ഭക്ഷണവും പാനീയവുമല്ല. റോമർക്കെഴുതിയ ലേഖനം 14:17 പ്രത്യുത അത് നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള ആനന്ദവുമാണ്. എന്താണ് നീതി? ദൈവം എന്നെ നീതീകരിച്ചു എന്നതിൻ്റെ അർത്ഥം എന്താണ്? എന്താണ് നീതി? ബൈബിളിലെ നീതി എന്ന് പറയുന്നത് കരുണയാണ്, ദൈവകരുണയാണ്. അർഹതപ്പെടാത്തവന് അർഹതപ്പെടാത്തത് നൽകുന്ന അനുകമ്പാർദ്രമായ സ്നേഹത്തിൻ്റെ പേരാണ് ദൈവിക നീതി, പുതിയ നിയമത്തിൻ്റെ നീതി. അതാണ് ദൈവം എന്നോട് കാണിച്ചത്, നിങ്ങളോട് കാണിച്ചത്. നമ്മുടെ പാപങ്ങൾക്ക് അനുസൃതമായ ഒരു ശിക്ഷയായിരുന്നു ദൈവം നമുക്ക് നിശ്ചയിച്ചതെങ്കിൽ നമ്മുടെ പൊടി പോലും കാണാനില്ലായിരുന്നു. അർഹതപ്പെടാത്തവന് അർഹതപ്പെടാത്തത് നൽകുന്ന അനുകമ്പയാണ്, സ്നേഹമാണ് എൻ്റെ ദൈവം എന്നോട് പ്രകടിപ്പിക്കുന്നത്. അതാണ് നീതീകരണം, ജസ്റ്റിഫിക്കേഷൻ. എന്ന് വെച്ചാൽ ഞാൻ യഥാർത്ഥത്തിൽ എൻ്റെ ദൈവത്തിൻ്റെ മുൻപിൽ നിൽക്കാൻ പോലുമുള്ള യോഗ്യത എനിക്കില്ല, എന്നിട്ടും ദൈവം ഇത്രത്തോളം എന്നെ നടത്തുന്നു. ഇതാണ് നീതി. ആരാണ് നീതിമാൻ? ദൈവം നോക്കുമ്പോൾ, ഇപ്പോൾ എന്നെ ദൈവം ഇങ്ങനെ നോക്കുമ്പോൾ, ഞാൻ ഇതുവരെയും പാപം ചെയ്തിട്ടില്ലാത്തൊരു വ്യക്തിയായി ദൈവം എന്നെ കാണുകയാണ്. യേശു ക്രിസ്തുവിൻ്റെ നീതീകരണത്തിൻ്റെ പേരാണിത്. ഇതുവരെയും പാപം ചെയ്യാത്ത ഒരാൾ ഇതാ നിൽക്കുന്നു. ഇതാണ് ദൈവം എന്നെ നീതീകരിച്ചു എന്നതിൻ്റെ അർത്ഥം.
ഇത്രയും വർഷമായിട്ട് ഒരു പാപം ചെയ്യാത്ത ഒരാളാണ് ഞാൻ. അങ്ങനെ ഒരാളായിട്ടാണ് ദൈവം എന്നെ കാണുന്നത്. ഇതാണ് യേശു ക്രിസ്തുവിൽ എനിക്ക് നേടിക്കിട്ടിയ പാപമോചനം, രക്ഷ, നീതീകരണം. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇത് അർഹതപ്പെടാത്ത എനിക്ക് കിട്ടിയ ഔദാര്യമാണ്, കരുണയാണ്, അനുകമ്പയാണ്, ആർദ്രതയാണ്. ഇതാണ് നീതി. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് ദൈവരാജ്യം എന്നാൽ സമാധാനം എന്നാണ്. റോമർക്ക് എഴുതിയ ലേഖനം 14 അധ്യായം 17 തിരുവചനം, ദൈവരാജ്യം എന്നാൽ സമാധാനമാണ്. എന്താണ് സമാധാനത്തിൻ്റെ കാരണം? നമുക്കറിയാം, എല്ലാ മനുഷ്യരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് മനസമാധാനത്തോടെ ജീവിക്കണം. എല്ലാ മനുഷ്യൻ്റെയും ജീവിതത്തിൽ പൈസ ഇല്ലെങ്കിലും, ഇത്തിരി സൗന്ദര്യം കുറവാണെങ്കിലും, ഡിഗ്രി ഇല്ലെങ്കിലും, എല്ലാ മനുഷ്യനും ആഗ്രഹിക്കുന്നത് മനസമാധാനത്തോടെ ജീവിക്കണമെന്നാണ്. പ്രിയപ്പെട്ടവരെ, സ്കാൻ ചെയ്യുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ ഈ സ്വാസ്ഥ്യം അനുഭവിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട്, സ്വസ്ഥത അനുഭവിക്കാൻ സാധിക്കുന്നുണ്ട്. ഉണ്ടെങ്കിൽ അതിൻ്റെ പേരാണ് ദൈവരാജ്യം നമ്മുടെ ഉള്ളിൽ ഉണ്ട്. ജീവിതം സംതൃപ്തമാണ്. ആർ യു സാറ്റിസ്ഫൈഡ് ഇൻ യുവർ ലൈഫ്? സ്വയം ഒന്ന് ചോദിക്കണം, യഥാർത്ഥത്തിൽ നമ്മൾ സംതൃപ്തരാണോ? യഥാർത്ഥത്തിൽ നമ്മൾ സ്വസ്ഥത അനുഭവിക്കുന്നുണ്ടോ? അതോ വെപ്രാളപ്പെട്ട് പരക്കം മാഞ്ഞ് കാല് പൊള്ളി ജീവിക്കുകയാണോ? യഥാർത്ഥത്തിൽ ഈ ജീവിതത്തിൻ്റെ സന്തോഷം, ആനന്ദം, സമാധാനം ഒക്കെ നമ്മുടെ ഉള്ളിൽ ഉണ്ടോ? പ്രിയപ്പെട്ടവരെ, ഇതൊരു ആത്മീയ വിഷയമാണ്. നിൻ്റെ ശത്രുവിന്, പിശാചിനറിയാം, നിൻ്റെ സ്വസ്ഥത കെടുത്തിക്കളഞ്ഞാൽ, മനസ്സമാധാനം കെട്ടുപോയാൽ പിന്നെ ഒരിക്കലും ആത്മീയമായൊരു പുരോഗതി നിനക്കുണ്ടാവില്ല. അതുകൊണ്ട് ജീവിതത്തിൽ മനസ്സമാധാനം നഷ്ടപ്പെടുത്തുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ പിശാച് അവതരിപ്പിക്കും. അതിൽ നമ്മൾ വീഴുകയും ചെയ്യും. അതിൻ്റെ പേരാണ് കലഹം. ഞാൻ പറയുന്നത് നമ്മൾ ശ്രദ്ധിച്ച് കേൾക്കണം. ദൈവരാജ്യം നമ്മുടെ ഉള്ളിലുണ്ട് എന്ന ബോധ്യമുണ്ടാകണമെങ്കിൽ നമ്മൾ സ്വസ്ഥത, സമാധാനം അനുഭവിക്കാൻ സാധിക്കണം. സ്വസ്ഥത നഷ്ടപ്പെടുത്തുന്ന അവസ്ഥയുടെ പേരാണ് വഴക്കുകൾ, കലഹങ്ങൾ. പ്രിയപ്പെട്ടവരെ, ബൈബിളിൽ ഇത് ഈശോ വളരെ ഗൗരവത്തോടെ എടുത്തൊരു വിഷയമാണ്. ഈശോയുടെ ജീവിതത്തിൽ ഒരുപാട് സമയം, അവസരം കലഹങ്ങൾക്കുണ്ടായിരുന്നു. പക്ഷേ ഈ സംഭവങ്ങളെയൊക്കെ ഈശോ എങ്ങനെയാണ് കൈകാര്യം ചെയ്തത് എന്ന് നാം വ്യക്തമായി മനസ്സിലാക്കണം. ഞാൻ ഈശോയുടെ ജീവിതത്തിലെ 3 സംഭവങ്ങൾ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. കലഹങ്ങളുടെ സാധ്യത. നിങ്ങൾക്കറിയാം, ഈശോ ലൂക്കായുടെ സുവിശേഷം 4-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ഈശോ താൻ വളർന്ന സ്ഥലമായ നസ്രത്തിൽ വന്നു. പതിവ് പോലെ സിനഗോഗിൽ പ്രവേശിച്ച് വായിക്കാൻ എഴുന്നേറ്റു നിന്നു. ഈശോയുടെ കന്നി പ്രസംഗമാണ്, ഈശോയുടെ ആദ്യത്തെ പ്രസംഗമാണ് അവിടെ നടക്കുന്നത്. ലൂക്കായുടെ സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ 16 മുതൽ. യേശു താൻ വളർന്ന സ്ഥലമായ നസ്രത്തിൽ വന്നു. പതിവ് പോലൊരു സാബത്ത് ദിവസം അവൻ അവരുടെ സിനഗോഗിൽ പ്രവേശിച്ച് വായിക്കാൻ എഴുന്നേറ്റ് നിന്നു. നമ്മുടെ വിഷയം കലഹം, അടിക്കുള്ള സാധ്യത, പണി കിട്ടാൻ സാധ്യതയുള്ള ഒരു സുവിശേഷ ഭാഗമാണ് നമ്മൾ വായിച്ച് മനസ്സിലാക്കുന്നത്. ശ്രദ്ധിച്ച് കേൾക്കണം. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം അവന് നൽകപ്പെട്ടു. പുസ്തകം തുറന്നപ്പോൾ ഇപ്രകാരം എഴുതിയിരിക്കുന്നത് അവൻ കണ്ടു: കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേൽ ഉണ്ട്. ദരിദ്രരെ സുവിശേഷം അറിയിക്കാൻ അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ബന്ധിതർക്ക് മോചനവും അന്ധർക്ക് കാഴ്ചയും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും കർത്താവിന് സ്വീകാര്യമായ വത്സരവും പ്രഖ്യാപിക്കാൻ അവിടുന്ന് എന്നെ അയച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇത് നമുക്കറിയാം മെസ്സയാനിക് സ്പീച്ചാണ്. സ്നേഹമുള്ളവരെ, യെശയ്യായുടെ പുസ്തകം ആരാണ് മിശിഹ എന്ന് വ്യക്തമായി എഴുതിയിട്ടുണ്ട്. ഇതാണ് യഹൂദൻ പഠിച്ചിട്ടുള്ളത്. 4 കാര്യങ്ങളാണ് ഒരു യഹൂദൻ മനസ്സിലാക്കിയിരിക്കുന്നത് മിശിഹായെക്കുറിച്ച്. മിശിഹ വന്നാൽ ഒന്നാമത് ചെയ്യുന്നത് ഹൃദയം തകർന്നവരെ ആശ്വസിപ്പിക്കും. 2, തടവുകാർക്ക് മോചനം നൽകും. 3, ബന്ധിതർക്ക് സ്വാതന്ത്ര്യം നൽകും. 4, വിജാതീയരോട് പ്രതികാരം ചെയ്യും. ശ്രദ്ധിക്കണം, ഈ 4 കാര്യങ്ങളാണ് ഒരു മിശിഹ വന്നാൽ യഹൂദന് വേണ്ടി ചെയ്തു കൊടുക്കുന്നത്. 1, ഹൃദയം തകർന്നവരെ ആശ്വസിപ്പിക്കുന്ന ഒരു ദൈവം. 2, തടവുകാരായി കഴിയുന്ന ആളുകൾക്ക് മോചനം കൊടുക്കും. 3, ബന്ധിതരായി കഴിയുന്നവർക്ക് സ്വാതന്ത്ര്യം നൽകും. 4, കർത്താവിന് സ്വീകാര്യമായ വത്സരം പ്രഖ്യാപിച്ച് വിജാതീയരോട് യുദ്ധം ചെയ്യും. ഇനി നിങ്ങൾ
ലൂക്കായുടെ സുവിശേഷം 4-ാം അധ്യായത്തിലേക്ക് വരണം. അവിടെ ഈശോ പഴയ നിയമ ഭാഗം വായിക്കുമ്പോൾ കപ്പ്യാർ ശുശ്രൂഷകൻ ഈ ബൈബിൾ ഭാഗം കൊടുത്തു. ഈശോ പുസ്തകം തുറന്നപ്പോൾ കണ്ടുകിട്ടിയ ഈ മെസ്സിയാനിക് വേഴ്സസ് ഇത് വായിച്ചപ്പോൾ ഈശോ ഈ 3 കാര്യങ്ങൾ വായിച്ചു. അതാണ് നമ്മൾ വായിക്കുന്നത്. കർത്താവിൻ്റെ ആത്മാവിൻ്റെ മേലുണ്ട്, ദരിദ്രരെ സുവിശേഷം അറിയിക്കാൻ അവിടെ തന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ഇനി ബന്ധിതർക്ക് മോചനവും, അന്ധർക്ക് കാഴ്ചയും, അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും, കർത്താവിന് സ്വീകാര്യമായ വത്സരവും പ്രഖ്യാപിക്കാൻ അവിടെ തന്നെ അയച്ചിരിക്കുന്നു. ഇതിനിടയിൽ വിജാതീയരോട് യുദ്ധം ചെയ്യുക എന്നൊരു വാക്ക് ഈശോ അങ്ങ് സ്കിപ്പ് ചെയ്തു. വിജാതീയരോട് യുദ്ധം ചെയ്യും, ഈ കാര്യം ഈശോ വായിച്ചില്ല. അടുത്ത വചനം, പുസ്തകം അടച്ച് ശുശ്രൂഷകനെ ഏൽപ്പിച്ചിട്ട് ഈശോ ഇരുന്നു. സിനഗോഗിൽ ഉണ്ടായിരുന്ന എല്ലാവരും അവനെ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു. കാരണം എന്തിനാണെന്നറിയാമോ? ഇവൻ എന്താ ഈ 4-ാമത്തെ കാര്യം വായിക്കാഞ്ഞത്? വിജാതീയരോട് യുദ്ധം, ഇത്രയും നാൾ ഞങ്ങളെ അടിമത്തത്തിൽ വെച്ച് പുലർത്തിയിരുന്ന ഈ റോമാ ജനതയോട് യുദ്ധം ചെയ്യാനാണ് മിശിഹ വരുന്നത്. പക്ഷെ നീ എന്താ അത് വായിക്കാഞ്ഞേ? നീ എന്താ ബൈബിളിൽ നിന്ന് സിൻ ഓഫ് ഒമിഷൻ, നീ എന്താ അത് വിട്ടുകളഞ്ഞേ? ഓരോ യഹൂദനും മനഃപ്പാടമാക്കിയിരിക്കുന്ന വചനത്തിൽ എന്തുകൊണ്ട് ഈ വാക്യം നീ വായിച്ചില്ല? ഉടനെ പ്രിയപ്പെട്ടവരെ, ഈശോ അവരോട് പറയുന്ന 2 കാര്യങ്ങളാണ്. ഒന്ന്, നിങ്ങളുടെ ഒരു പ്രവാചകൻ്റെ പേരാണ് ഏലിയ. പണ്ട് കാലത്ത് നിങ്ങളുടെ പ്രവാചകനല്ലേ ഏലിയ? അതെ, ഈ ഏലിയ ക്ഷാമം വന്നൊരു സമയം സെറപ്തായിലെ ഒരു വിധവയുടെ അടുത്തേക്ക് പോയി, അല്ലേ? അവർ പറഞ്ഞു ശരിയാണ്, പോയി. ഈശോ ചോദിക്കുന്നു, ഇസ്രായേലിൽ വിധവകളില്ലാഞ്ഞിട്ടാണോ നിങ്ങളുടെ ഏലിയ വിജാതീയരുടെ അടുത്ത് പോയി, വിജാതീയ വിധവയുടെ അടുത്ത് പോയി അവളുടെ ഇടയിൽ, അവളുടെ അടുക്കളയിൽ എണ്ണയും മാവും ഒക്കെ കൊടുത്ത് അത്ഭുതം ചെയ്തത്? നിങ്ങളുടെ പ്രവാചകൻ അനുഗ്രഹം കൊടുത്ത വിജാതീയരോട് ഞാൻ യുദ്ധം ചെയ്യണോ? പ്രിയപ്പെട്ടവരെ, അടുത്ത വചനം ഈശോ ചോദിക്കുകയാണ്, നിങ്ങളുടെ മറ്റൊരു പ്രവാചകനല്ലേ ഏലിഷ? ഈ ഏലിഷ സിറിയയിലെ നാമാൻ്റെ കുഷ്ഠരോഗം മാറ്റിയ സംഭവം നിങ്ങൾക്ക് അറിയാമല്ലോ. അറിയാം. ഈ നാമാൻ ആരായിരുന്നു? വിജാതീയനല്ലായിരുന്നു? അതെ. ഇസ്രായേലിൽ മറ്റു കുഷ്ഠരോഗികളില്ലാഞ്ഞിട്ടാണോ നിങ്ങളുടെ ആ പ്രവാചകൻ സിറിയയിലെ നാമാന് വേണ്ടി പോയി സൗഖ്യം കൊടുത്തത്? നിങ്ങളുടെ പ്രവാചകൻ സൗഖ്യം കൊടുത്ത വിജാതീയനെതിരെ ഞാൻ യുദ്ധം ചെയ്യണോ? പ്രിയപ്പെട്ടവരെ, ആളുകൾക്ക് ഇതൊന്നും മനസ്സിലായില്ല. അവരെഴുന്നേറ്റിട്ട് അവനെ പിടിച്ചുകൊണ്ടുപോയി പട്ടണത്തിൽ നിന്ന് പുറത്താക്കി തങ്ങളുടെ പട്ടണം സ്ഥിതി ചെയ്തിരുന്ന മലയുടെ ശൃംഗത്തിൽ നിന്ന് ഏറ്റവും ഉച്ചിയിൽ കൊണ്ടുപോയിട്ട് താഴേക്ക് തള്ളിയിടാൻ വേണ്ടി കൊണ്ടുപോയി ഈശോയെ. അടി, വഴക്ക്. പക്ഷേ ഈശോയുടെ രീതി എന്താണെന്നറിയാമോ? വിജാതീയരോട് വഴക്കിടുന്ന രീതിയല്ല, വിജാതീയരോട് യുദ്ധത്തിന് നിൽക്കുന്ന രീതി അല്ല ഈശോയുടേത്. കാരണം ഈ കലഹം സ്വർഗരാജ്യത്തിൻ്റെ അടിസ്ഥാന രഹസ്യങ്ങളിലൊന്നായ സമാധാനം എന്നേക്കുമായി നഷ്ടപ്പെടുത്തും. ഈ പ്രതികാരം ചെയ്യുന്ന, കലഹിക്കുന്ന, വഴക്കുണ്ടാക്കുന്ന ഈ ശൈലികളുണ്ടല്ലോ പ്രിയപ്പെട്ടവരെ, എന്നേക്കുമായി നിൻ്റെ ഉള്ളിലെ ദൈവരാജ്യത്തിൻ്റെ ഏറ്റവും സുന്ദരമായ സമാധാനത്തെ കെടുതികളയും. എന്ന് പറഞ്ഞാൽ ദൈവരാജ്യമുള്ളിൽ ഒരിക്കലും അനുഭവിക്കാൻ പറ്റാതെ പോകും. ഇതാണ് ഈശോയുടെ രീതി. അതുകൊണ്ടാണ് പിന്നീട് ഈശോ മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായത്തിൽ ഈശോ പറയുകയാണ്, ഞാൻ പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നത് ദൈവാത്മാവിനെ കൊണ്ട് ആണ് എങ്കിൽ ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ വന്നു കഴിഞ്ഞു. ഇപ്പോൾ ഈശോയ്ക്കറിയാം ഈ കലഹമെന്ന് പറയുന്നത് പിശാചിൻ്റെ പ്രവൃത്തിയാണ്. അത്ഭുതങ്ങളും അടയാളങ്ങളും ദൈവരാജ്യത്തിൻ്റെ ശക്തിയോടുകൂടി ചെയ്യണോ? കലഹിക്കരുത്. മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം അതിൻ്റെ 28-ാം വാക്യം, എന്നാൽ ദൈവാത്മാവിനെ കൊണ്ടാണ് ഞാൻ പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നതെങ്കിൽ ദൈവരാജ്യം നിങ്ങളിൽ വന്നു കഴിഞ്ഞു. നിങ്ങളിൽ, ഇൻ യു. പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവത്തിൻ്റെ ശക്തി
അത്ഭുതങ്ങളും അടയാളങ്ങളും നമ്മിൽ പ്രകടമാകണമെങ്കിൽ കലഹിക്കാൻ നിൽക്കരുത്. ദൈവരാജ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പവർ എന്ന് പറയുന്നത് ഈ സമാധാനത്തിൻ്റെ പ്രവൃത്തികളാണ്. അതുകൊണ്ടാണ് ഈശോയുടെ രീതികൾ അങ്ങനെയാണ്. ഒരിക്കൽ ഈശോ നടന്ന് ഇങ്ങനെ പോവുകയാണ്. ജെറുസലേമിലേക്കാണ് പോകുന്നത് ഗലീലയിൽ നിന്നാണ് ജെറുസലേമിലേക്ക് പോവുകയാണ്. അപ്പോൾ ഗലീലയിൽ നിന്ന് സമറിയ വഴിയാണ് ഈശോ ശിഷ്യന്മാർ ജെറുസലേമിലേക്ക് പോകുന്നത്. ആ സംഭവം നമ്മൾ ലൂക്കായുടെ സുവിശേഷത്തിൽ തന്നെ വായിക്കുന്നുണ്ട്. ഒരിക്കൽ ഈശോ ഇങ്ങനെ പോകുമ്പോൾ ഈ സമരിയാക്കാർ ഈശോയെ ബ്ലോക്ക് ചെയ്തു. സമരിയാക്കാർ പറഞ്ഞു, നീ എവിടെ പോന്നു? അതിൻ്റെ ഏറ്റവും ഫ്രണ്ടിൽ നടന്നത് യാക്കോബും യോഹന്നാനുമാണ്. യാക്കോബും യോഹന്നാനും പറഞ്ഞു, ഞങ്ങൾ ജെറുസലേമിലേക്ക് പോവുകയാണ്. ഉടനെ സമരിയാക്കാർ പറഞ്ഞു, ജെറുസലേമിലേക്കാണ് പോകുന്നതെങ്കിൽ വേറെ റൂട്ട് എടുത്ത് പോയാൽ മതി എന്ന്, ഞങ്ങളുടെ നാട്ടിൽ കൂടെ പോകണ്ടെന്ന് തോന്നുന്നു. പ്രിയപ്പെട്ടവരെ, ഇത് കണ്ടിട്ട് യോഹന്നാനും അവരെന്താ ചെയ്തെന്നറിയാമോ? അവരുടെ പെരുവരലിൽ നിന്നൊരു തരിപ്പിങ്ങോട്ട് കയറി ഒരു ദേഷ്യമൊക്കെ ഇങ്ങോട്ട് വന്നിട്ട് അവരെന്താ ചെയ്തെന്നറിയാമോ? അവർ തിരിച്ചു വന്ന് ഈശോ അടുത്ത് പറഞ്ഞു, കർത്താവേ, ആ അവന്മാരുണ്ടല്ലോ, ആ സമരിയാക്കാരന്മാർ നമ്മളെ എതിർത്തു, നമ്മളെ ബ്ലോക്ക് ചെയ്തു. അവർ പറഞ്ഞു, ജെറുസലേമിലേക്കാണ് പോകുന്നതെങ്കിൽ ഞങ്ങളുടെ നാട്ടിൽ കൂടെ പോകണ്ടെന്ന് അവന്മാർ പറഞ്ഞു. കാരണം നമുക്കറിയാം, സമരിയാക്കാരും യഹൂദരും തമ്മിൽ കീരിയും പാമ്പും കണക്കിയ ഭയങ്കര ബദ്ധശത്രുക്കളാണ്. നമുക്കറിയാം, ജൂയിഷ് വാറൊക്കെ നടക്കുന്നത് AD 66 മുതൽ 73 വരെ നടന്ന യഹൂദ യുദ്ധത്തിൻ്റെ കാരണം തന്നെ ഇത് തന്നെയാണ്. ഈ സമരിയാക്കാരും യഹൂദരും തമ്മിലുള്ള സ്പർദ്ധയാണ്. പിന്നീടത് റോമാക്കാർ അടിച്ചമർത്താൻ വേണ്ടിയിട്ട് റോമ സാമ്രാജ്യം അടിച്ചമർത്താനൊക്കെ ശ്രമിക്കുന്നത്. വലിയ ദേശം മുഴുവൻ കത്തിച്ച് ചാമ്പലായ ദേവാലയം വരെ നശിപ്പിക്കപ്പെട്ട സംഭവം, ഈശോ പ്രവചിച്ച ദേവാലയത്തിന് നാശമൊക്കെ സംഭവിക്കുന്നത് ഈ ഒരു യഹൂദ യുദ്ധത്തോട് ചേർന്നാണ്. യൗസേബിയൂസ് ഫ്ലാവിയൂസ് എന്ന് പറയുന്ന യഹൂദ ചരിത്രകാരനൊക്കെ അത് വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ചരിത്രത്തിലെ ഏറ്റവും വലിയ സ്പർദ്ധയാണ്, കീരിയും പാമ്പും കണക്കെയാണ് ഈ യഹൂദനും ഈ സമരിയാക്കാരൻ. അപ്പോൾ ഇവിടെ ഈ സമരിയാക്കാർ പറഞ്ഞു, നീ ജെറുസലേമിലേക്കാണ് പോകുന്നതെങ്കിൽ, ഗലീലി യഹൂദരുടെ നാടാണ്, ജെറുസലേം യഹൂദരുടെ നാടാണ്, ഇതിന് നടുക്കുള്ള ഈ സങ്കരവർഗക്കാരായ ഈ സമരിയാക്കാർ പറഞ്ഞു, നിങ്ങൾ പോകണമെന്നുണ്ടെങ്കിൽ വേറെ റൂട്ടിൽ കൂടെ പോയിക്കോണം, ഇവിടേക്ക് വരികയാണെങ്കിൽ ഞങ്ങളുടെ നാട്ടിൽ വന്നോണം, ഇവിടെ ഞങ്ങളുടെ യാക്കോബിൻ്റെ മലയുണ്ട്, ഇവിടെ ഞങ്ങളുടെ ഈ മലയിൽ ഗെരിസീം മലയിൽ നമുക്ക് ആരാധനയൊക്കെ നടത്താം, ഓക്കെയാണ്. ഇത് കണ്ടിട്ട് ദേഷ്യപ്പെട്ട് യാക്കോബും യോഹന്നാനും പറഞ്ഞു, കർത്താവേ, ഒരു നിമിഷവും നിൽക്കണം, അവന്മാർ രീതിയിലും അടുക്കുന്നില്ല, ഞങ്ങളെ ആ റൂട്ടിൽ കൂടെ വിടുന്നില്ല, എളുപ്പവഴിയായിരുന്നു, പക്ഷേ അവന്മാർ പറയുന്നു ഇതുവഴി പോകാൻ പറ്റത്തില്ലെന്ന്. കർത്താവേ, ഒന്നും തോന്നരുത്. എന്താ? ആകാശത്തുനിന്ന് ഇടുത്തി വന്ന് ഇവൻ്റെയൊക്കെ തലയെ പതിച്ച് ഇവനെയൊക്കെ പ്രാർത്ഥിക്കട്ടെ, ഞങ്ങൾ അഗ്നി ഇറങ്ങി നശിപ്പിക്കാൻ പ്രാർത്ഥിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഈശോ എന്താ മറുപടി പറഞ്ഞതെന്നറിയാമോ? ഞാൻ കരുതുന്ന ഈശോ അമ്മരുടെ രണ്ടുപേരുടെ ചെവിക്ക് പിടിച്ച് കറക്കിയിട്ടുണ്ടാവും. എന്നിട്ട് പറഞ്ഞു, വാട്ട് കൈൻഡ് ഓഫ് സ്പിരിറ്റ് ഈസ് ലീഡിങ് യു മാൻ? നിന്നെ ഏത് അരൂപിയാണോ നയിക്കുന്നേ? ഇവിടെ വരാൻ പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഈശോ ഇവിടോട്ട് മുന്നോട്ട് വന്ന് ഈ സമരിയാക്കാരോട്, പ്ലീസ് സമരിയാക്കാരെ വരൂ, ഞാനൊരു മീറ്റിംഗ് നടത്താം, ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം, ഞാൻ ആരാണെന്നൊന്ന് മനസ്സിലാക്കി തരാം, നമ്മളൊന്ന് സ്നേഹത്തിലൊന്ന് ഐക്യത്തിൽ സന്തോഷത്തിൽ പോകുന്നില്ലേ നല്ലത്, വാ പ്ലീസ്. ഈശോ പറഞ്ഞു ഇല്ല. ഈശോ എന്താ ചെയ്തേ? ഈശോ പറഞ്ഞത്, പ്രിയപ്പെട്ടവരെ, കലഹത്തിനും വഴക്കിനും നിൽക്കുന്നവരുടെ അടുത്ത് നിന്ന് സ്കിപ്പ് ചെയ്യുക, മാറിയിട്ട് ഈശോ മറ്റൊരു ഗ്രാമത്തിലൂടെ ജെറുസലേമിലേക്ക് പോയി എന്നാണ് ബൈബിൾ പറയുക. ഇതാണ് ഈശോയുടെ രീതി. കലഹത്തിൻ്റെ രീതിയല്ല, വഴക്കുകളുടെ രീതിയല്ല, മറിച്ച് പ്രിയപ്പെട്ടവരെ, മറ്റു വഴികൾ കണ്ടെത്തുക, കലഹങ്ങൾ ഒഴിവാക്കുക. കാരണം എന്താണെന്നറിയാമോ? പിന്നീട് അവൻ മറ്റൊരു ഗ്രാമത്തിലൂടെ പോകുമ്പോഴാണ് അവിടെ സിക്കാർ എന്ന ഒരു പട്ടണത്തിൽ, ഈ സമരിയാക്കാരുടെ തന്നെ അതിർത്തി ഗ്രാമത്തിൽ, അവിടെ സമരിയാക്കാരിയെ കണ്ടുമുട്ടുന്നു. അവളോട് സുവിശേഷം കൊടുക്കുന്നത്, അവളുടെ സുവിശേഷ സാക്ഷ്യമായി അനേകരെ അവൾ കോരിക്കൊണ്ടുവരുന്നുണ്ട് ആ ഗ്രാമത്തിൽ നിന്ന് ഈശോയുടെ അടുത്തേക്ക്. നോക്കുക, ഒരു കലഹം ഒഴിവാക്കിയപ്പോൾ അത്ഭുതങ്ങളും അടയാളങ്ങളും മറ്റൊരു സ്ഥലത്ത് ദൈവം ഒരുക്കുക, ദൈവരാജ്യം വളരുക. അതുകൊണ്ടാണ്
ദൈവരാജ്യം എന്നാൽ നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള ആനന്ദവുമാണ്. കലഹങ്ങൾ ഒഴിവാക്കി ജീവിക്കാൻ പരിശീലിക്കണം. പ്രതികാരത്തിൻ്റെയും വഴക്കിൻ്റെയും യുദ്ധത്തിൻ്റെയും പടലപ്പിണക്കങ്ങളുടെ ഒരു ലോകത്തിൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവമക്കളെ ഒരിക്കലും സ്വർഗരാജ്യത്തിൻ്റെ ശക്തി അനുഭവിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഹൃദയം സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ ഈ നീരസങ്ങളും വിദ്വേഷങ്ങളും വഴക്കുകളും കലഹങ്ങളും പൊട്ടിത്തെറികളുമൊക്കെ, മുൻകോപവും ദേഷ്യവും ശുണ്ഠിയും ധാർഷ്ട്യവും ഒക്കെ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടോ എന്ന് തിരിച്ചറിയണം. ഈശോയുടെ ജീവിതത്തിൽ ഒരു സംഭവം കൂടി പറയാം പ്രിയപ്പെട്ടവരെ. അത് ഈശോയുടെ കൂടെ നടന്ന യൂദാസ്. എല്ലാ സ്ലീഹന്മാരുടെ കൂടെയും യൂദാസും ഉണ്ടായിരുന്നു. യൂദാസിൻ്റെ കയ്യിലായിരുന്നു പണസഞ്ചി. യോഹന്നാൻ സുവിശേഷത്തിൽ നമ്മളത് വായിക്കുന്നുണ്ട് 12-ാം അധ്യായത്തിലൊക്കെ. പണസഞ്ചി സൂക്ഷിപ്പുകാരനായിരുന്നു യൂദാസ്. പക്ഷേ യൂദാസ് ഈ പണസഞ്ചിയിൽ നിന്ന് അവനിഷ്ടം പോലെ അടിച്ചു മാറ്റുന്നുണ്ടായിരുന്നു, മോഷ്ടിക്കുന്നുണ്ടായിരുന്നുവെന്ന് യോഹന്നാൻ വ്യക്തമായി എഴുതുന്നുണ്ട്. എൻ്റെ ചോദ്യം, ഒരിക്കൽ പോലും ഇതറിഞ്ഞിട്ടും ഈശോ മോഷണത്തെക്കുറിച്ച് ഒരു സുവിശേഷ പ്രസംഗം ഈശോയുടെ ജീവിതത്തിൽ നടത്തുന്നുണ്ടോ? ബൈബിൾ ഞാൻ സൂക്ഷ്മതയോടെ വായിച്ചു നോക്കി. ഈശോ മോഷണത്തിനെതിരെ ഒരു പ്രസംഗം പറയുന്നില്ല. ഈശോയ്ക്ക് അറിയായിരുന്നു ഇവൻ ഈ പണസഞ്ചിയിൽ നിന്ന് വീഴുന്നത് അവൻ എടുക്കുന്നുണ്ട്, മോഷ്ടിക്കുന്നുണ്ട്. യോഹന്നാൻ പറഞ്ഞ അവനൊരു കള്ളനായിരുന്നത് കൊണ്ടും ദരിദ്രനോട് പരിഗണനയില്ലായിരുന്നു എന്നെല്ലാം എഴുതി വെക്കുന്നുണ്ട്. എന്നിട്ടും ഈശോ അവനോട് കലഹിക്കാൻ നിൽക്കുന്നില്ല, അവനോട് വഴക്കുണ്ടാക്കാൻ നിൽക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, കാരണം കലഹങ്ങൾ ആത്യന്തികമായി മനസ്സമാധാനം നഷ്ടപ്പെടും. സ്വർഗരാജ്യം ഒരുവൻ്റെ ഉള്ളിലുണ്ട് എന്ന് തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ കലഹങ്ങളില്ലാതെ ജീവിക്കുക. പഴയ നിയമത്തിൽ മനുഷ്യൻ മനുഷ്യനോടായിരുന്നു യുദ്ധം. നമുക്കറിയാം, ഉസിയ രാജാവ് ഒരിക്കൽ ദേവാലയത്തിൽ വന്ന് ധൂപക്കുറ്റി എടുത്ത് ധൂപം വീശുന്ന സമയത്ത് അസിറിയ പുരോഹിതൻ വന്നിട്ട് പറഞ്ഞു, ഉസിയ, നീ രാജാവായിരിക്കാം, പക്ഷേ ധൂപക്കുറ്റി എടുക്കാനുള്ള അധികാരമൊന്നും നിനക്കില്ല, ഇറങ്ങടാന്ന് പറഞ്ഞു. ഉസിയ അസറിയായെ തല്ലാൻ വേണ്ടി കൈ ഓങ്ങിക്കൊണ്ട് ചെല്ലുമ്പോൾ പെട്ടെന്ന് ആളുകൾ കാണുന്ന കാഴ്ച ഉസിയായുടെ നെറ്റിയിൽ കുഷ്ഠം. രാജാവിൻ്റെ നെറ്റിയിൽ കുഷ്ഠം വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം കിരീടം പിന്നെ നെറ്റി വെക്കാൻ പറ്റത്തില്ല, പ്ലാസ്റ്റിക് കവറിനകത്ത് ഇട്ടുകൊണ്ട് നടക്കണം. രാജാവിൻ്റെ രാജ്യത്വം പോയി. പ്രിയപ്പെട്ടവരെ, പഴയ നിയമത്തിൽ മനുഷ്യൻ മനുഷ്യനോട് യുദ്ധമാണ്. ദൈവം അതിനകത്ത് ഇടപെടും, മനുഷ്യന് അടി കൊടുക്കും. എന്നാൽ പുതിയ നിയമത്തിൽ നിങ്ങൾക്കറിയാമോ, പുതിയ നിയമത്തിൽ മനുഷ്യനും തമ്മിലല്ല യുദ്ധം, മനുഷ്യനും പിശാചും തമ്മിലാണ് യുദ്ധം. പഴയ നിയമത്തിൽ നമുക്കറിയാം, ഏലിഷ എന്ന് പറഞ്ഞ ഒരു ദൈവദൂതൻ, ദൈവപുരുഷൻ ഒരിക്കലും ഇങ്ങനെ റോഡിലൂടെ നടക്കുമ്പോൾ പെട്ടെന്ന് കുറേ പിള്ളേർ ചാടി വന്നിറങ്ങിയിട്ട് ഏലിഷായോട് പറഞ്ഞു, എടാ കഷണ്ടി തലയാ ഓടിക്കോ. ഏലിഷയ്ക്ക് ഭയങ്കര ദേഷ്യം വന്നു. ഏലിഷ തിരിഞ്ഞു നിന്ന് ഒറ്റ ശാപം. 2 പെൺകരടികൾ വനത്തിൽ നിന്ന് ഇറങ്ങി വന്ന് ഈ 42 ബാലന്മാരെ പിച്ചു ചീന്തി എന്നാണ് പറയുന്നത്. ദൈവപുരുഷനെതിരെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ദൈവം വരുന്നു, അടി കൊടുക്കുന്നു. എന്നാൽ ഈശോയുടെ ജീവിതത്തിൽ ഈശോയെ നോക്കി ആൾക്കാർ ബേൽസബൂൽ എന്ന് വിളിച്ചു, കളിയാക്കി. ഗണികകളുടെ കൂടെ നടക്കുന്നവനെന്ന് വിളിച്ചു. അവനെ എല്ലാ തരത്തിലും തലങ്ങളിലും കളിയാക്കി, കുറ്റപ്പെടുത്തി, പഴിചാരി. ഈശോ കലഹിച്ചില്ല. കാരണം ഈശോയ്ക്കറിയാം, പ്രിയപ്പെട്ടവരെ, ഈ കലഹം ആത്യന്തികമായിട്ട് പിശാച് മുതലെടുക്കും. എന്നേക്കുമായി എൻ്റെ ഹൃദയത്തിൽ നിന്ന് ദൈവരാജ്യത്തിൻ്റെ സമാധാനം നഷ്ടമാകും. അതുകൊണ്ട് ദൈവരാജ്യം നമ്മുടെ ഉള്ളിലാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ സമാധാനത്തിൻ്റെ പുത്രരായി നമ്മൾ മാറും. സമാധാനം സംസ്ഥാപിക്കുന്നവർ ഭാഗ്യവാന്മാർ. ഈശോയുടെ ഏറ്റവും സ്നേഹമുള്ള ദൈവമക്കളെ, നമുക്ക് ഈ ദിവസം ദൈവം തന്ന ഈ പാഠം ഹൃദയത്തിലേക്ക് കൊണ്ടുവരാം. യഥാർത്ഥത്തിൽ നമ്മൾ സംതൃപ്തരാണോ? സമാധാനം ഉള്ളിലുള്ളവരാണോ? യഥാർത്ഥത്തിൽ നമ്മുടെ ഉള്ളിൽ നമുക്ക് സ്വസ്ഥത അനുഭവിക്കാൻ സാധിക്കുന്നു ഉണ്ടെങ്കിൽ ക്രൈസ്റ്റ് ഈസ് ഇൻ യു.
മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നമ്മുടെ ഉള്ളിൽ ഉണ്ട്. ആമേൻ.